ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെയാണ് മാനസിയും അതുപോലെ കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, എന്തായാലും കൺമണിയെ ആ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതും എല്ലാം തന്നെ പറഞ്ഞു തരണം എന്നൊക്കെയാണ് മാനസ പറയുന്നത് കേട്ടോ. കൺമണി പറയുന്നുണ്ട്, മാനസ മേഡത്തോട് എനിക്ക് അത്രയും ഇഷ്ടമാണ്, ഞാൻ തന്നെ അത് പറഞ്ഞു തരാം എന്നൊക്കെ മാനസയോട് കൺമണി വാക്ക് കൊടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും മാനസയാണെങ്കിലോ കൺമണിയോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും കൺമണി, നീയും എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേനും ആൻറ്റിയമ്മ, ഇവൾ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നത്, അവളെ കൂടെ കൊണ്ടുപോകാനും വട്ടുണ്ട് ഇവൾക്ക്, എത്രയും പെട്ടെന്ന് തടയണം, അത് കരുതിയിട്ട് തന്നെ മാനസമോളെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാനസ ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയും, നീ എന്ത് പണിയാണ് കാണിച്ചത്? ആൻറ്റിയമ്മേ, എന്തായാലും ആ ഒരു ഡിസൈൻ വിശദീകരിക്കാൻ കൺമണിയാണ് നല്ലത്, അവൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ അവൾ വിശദീകരിക്കില്ലേ എന്ന് പറയുമ്പോൾ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കുക. നീ ഒരു പൊട്ടത്തിയാണോ മാനസി എന്ന് പറയുന്നു. അവളെ കൊണ്ടുപോകുന്നത് ശരിയാണോ? എന്ത് വിചാരിക്കും? നീയല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, നീയല്ലേ അത് വിശദീകരിക്കേണ്ടത്, കൺമണിയാണോ? നീ എന്ത് പൊട്ടത്തിയാണ്? ഓ, നിൻ്റെ പാപ്പയ്ക്ക് നീ ഒരു മകളുണ്ടായതിൻ്റെ ഭാഗ്യം, ഇനി ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കൺമണിയെ കാണിക്കുന്നത്. കൺമണിയാണെങ്കിലോ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോജ് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഏട്ടാ, എന്താണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടോ? മോളെ, ഞാൻ ഇന്ന് ബിയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, മോള് എന്നൊക്കെയൊരു വാക്ക് തന്നിട്ടില്ലേ, മോളൊരു ഡിസൈൻ വരച്ച് തരാമെന്നുള്ളത്, അത് എത്രയും പെട്ടെന്ന് ഏട്ടന് വരച്ച് തരണം, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, അതുകൊണ്ടുള്ള നേട്ടം മോൾക്കും ഉണ്ടാകും എന്ന് പറയാം കേട്ടോ. അപ്പോൾ കൺമണിക്ക് എന്തായാലും അലികയിലാണ് കൺമണി ജോലി ചെയ്യുന്നത്. ഇനി വേറൊരു കമ്പനിയിലേക്ക് വേണ്ടി ഡിസൈൻ വരച്ച് കൊടുക്കേണ്ട കാര്യം ഓർത്തിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഏട്ടൻ പറഞ്ഞതനുസരിച്ച് തനിക്ക് ചെയ്യാനിരിക്കാനും പറ്റത്തില്ല, ഞാൻ ചെയ്യാം ഏട്ടാ എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ മനോജിനെയും അതുപോലെ കൺമണിയുടെ അച്ഛനെയും കാണിക്കുന്ന വീട്ടിൽ. അപ്പോഴത്തേനും അച്ഛന് തീരെ സുഖമില്ലാത്ത കാരണം പണിക്കൊന്നും ചെല്ലാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കൂടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആളുകൾ പറയുന്നുണ്ട്, ചേട്ടൻ ജോലിക്ക് വരാത്തത് ഇപ്പം നല്ലതാണ്, കാരണം ചേട്ടൻ വയ്യാണ്ടിരിക്കില്ലേ, അതേ മനോജ് എന്നോട് പറഞ്ഞു പോവേണ്ട എന്ന്, അതുകൊണ്ടാട്ടോ കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ജോലിക്ക് നിങ്ങൾ പോകണം, പൈസ ഇവിടെ കൊണ്ടുവന്ന് തരണമെന്നും പറയുകയാണ് അവർ പോയതിന് ശേഷം. അപ്പോൾ അതെന്താണ് ലക്ഷ്മി, 101 പോകാൻ നിൻ്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ ഉള്ളത്, അതുപോരാ, പൈസ എത്ര കിട്ടിയാലും ആർക്കാണ് മതിയാവുക, നിങ്ങൾ ജോലിക്ക് പോയി കാശ് ഇവിടെ കൊണ്ടുതരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ അച്ഛനെ പ്രഷർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലക്ഷ്മി ചെയ്യുന്നത്. അങ്ങനെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും അധിക ദിവസം വൈകാതെ ഞാൻ ജോലിക്ക് വന്നു തുടങ്ങാമെന്നും ഇങ്ങനെ വിളിച്ച് ചേർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൃഷും എല്ലാവരും ഉണ്ട് അവിടെ, അവിടെ മാനസിക്കുണ്ട്. അപ്പോഴത്തേനും പറയുന്നത് ഇങ്ങനെയാണ്, എന്തായാലും ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അതായത് എന്തായാലും ദേവ്ജിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ. കാരണം ഈ ഒരു കമ്പനിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറിയത് കാരണം തന്നെ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് ദേവ്ജി. ഇനി അദ്ദേഹം വിളിച്ചാൽ വരുമോ എന്ന് നമുക്കറിയില്ല. അപ്പം സീനിയർ ആയിട്ടുള്ള ഒരാളെ നമുക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെ തിരിച്ചു വിളിക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ മാനസിക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട്, ദേവ്ജി ഒരിക്കലും തന്നെ കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, നിൻ്റെ സമ്മതം അതിൻ്റെ ആവശ്യമില്ല, ഇത് കമ്പനിയുടെ ഒരു എല്ലാവരും ചേർന്നെടുത്തിട്ടുള്ള ഒരു നിയമനമാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കൃഷി, നാളെ നിൻ്റെ ഭാര്യ ആവേണ്ടവളാണ് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും, അത് ഭാര്യ ആയിട്ടല്ലേ, ഇപ്പം ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് ഇപ്പം അനുസരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ദേവ്ജിയെ കാണാനായിട്ട് പോകുന്നതാണ് മനോജ്. വേറെ എന്തിനുമല്ല, BR ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ദേവ്ജി ആണെങ്കിൽ ഒട്ടും തന്നെ അനുസരിക്കുന്നില്ല. മനോജെ, ഞാൻ ഒരിക്കലും തന്നെ BR ഗ്രൂപ്പിൽ ചാർജ് എടുക്കത്തില്ല, കാരണം അലികയായിട്ട് എനിക്കൊരു ശത്രുതയില്ല, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അലികയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുക, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ മനോജ് പറയുന്നുണ്ട്, ഇതെനിക്ക് ഫസ്റ്റ് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഇൻചാർജാണ്, അതുകൊണ്ട് സാറ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം നടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ BR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്നുള്ളത്, അതുകൊണ്ട് തന്നെ മനോജ് പൊക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ മനോജ് വിഷമത്തോടുകൂടി മടങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് സാഗറും അതുപോലെ കൃഷും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അലകയിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ദേവ്ജിയെ ക്ഷണിച്ചു കൊണ്ട് കേട്ടോ. അപ്പോൾ ദേവ്ജി ആണെങ്കിലോ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളൂ.
അതാരാന്ന് ചോദിക്കുമ്പോൾ പേരൊന്നും പറയുന്നില്ല, ഏത് ഗ്രൂപ്പാണെന്നും പറയുന്നൊന്നുമില്ല. എന്തായാലും നിങ്ങൾ വന്നതോടുകൂടി ഞാൻ എന്തായാലും തീരുമാനം എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മനോജിന് ആകെ ടെൻഷനായിട്ട് വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. BR ഗ്രൂപ്പിൻ്റെ ചെയർമാനെ വിളിക്കുന്നു. അപ്പോഴത്തേനും ദേവ്ജി എപ്പോഴാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് മനോജ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് സാധിച്ചില്ല സർ എന്ന് പറയുന്നു. ദേവ്ജി ചാർജ് എടുത്തില്ല അല്ലേ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇല്ല, അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഫസ്റ്റ് ഞാൻ ചെന്നിട്ടുള്ള വർക്ക് മനോജിന് കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ പോലും നമ്മുടെ കൺമണിയുടെ ഡിസൈൻ അതെനിക്ക് കിട്ടുമോ മനോജ് എന്ന് ചോദിക്കുമ്പോൾ അത് തീർച്ചയായും, എന്നാൽ അതിലാണ് എൻ്റെ പ്രതീക്ഷ. മനോജ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്